അപ്പം നമ്മൾ ഇന്നൊരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിന് നമ്മൾ ഈ ഒരു ടൈപ്പ് ബീഡ്സ് എടുത്തിട്ടുണ്ട്. അതിന് ഇച്ചിരി റേറ്റ് ഉള്ളതാണ്. പിന്നെ നമ്മുടെ ഒരു ഈ ടൈപ്പ് മെറ്റൽ ബീഡ്സൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ സാധാ നമ്മുടെ സിൽവർ കളറിലെ ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഇതും പിന്നെ എക്സ്റ്റൻഷൻ ചെയിനും പിന്നെ നമ്മുടെ കൊളുത്തും. പിന്നെ നമ്മളെടുക്കുന്നത് ഗിയർ വയറാണ്. ഗിയർ വയർ അറിയാമല്ലോ, ഇത് സിൽവർ കളറിലെ ഗിയർ വയറാണ് എടുക്കുന്നത്. അത് വെച്ച് നമുക്കൊന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിന് നമുക്ക് കൊളുത്തൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ആദ്യമേ ഇടുന്ന ഈ ഒരു ടൈപ്പ് ബീഡ്സാണ്. അതൊരു മെറ്റൽ ബീഡ് തന്നെയാണ്. നമ്മളിതുപോലെ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ഈ ബീഡ്സാണ്. ഇതൊരെണ്ണം കോർത്ത് കൊടുക്കുന്നു. നമ്മൾ കോർത്ത് കൊടുക്കുന്നത് കുഞ്ഞ് നമ്മുടെ സിൽവർ കളറിലെ ഒരു ബീഡാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഈ നീട്ട് തന്നെ ഒരു 4 നമ്മൾ കയറ്റി കൊടുക്കുന്നുണ്ട്. 4 ഈ ഒരു പ്രോസസ് ഇത് ഈ രീതിയിൽ തന്നെ നമ്മൾ 4 ചെയ്യണം. ഒന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു മെറ്റലിലെ ബീഡ് തന്നെയാണ്. മെറ്റൽ ബീഡാണ്. നമ്മൾ ഗ്രാമിനൊക്കെ വാങ്ങിക്കുന്നതാണ്. ഇതൊന്നും ഇട്ടു. നമ്മൾ ഒരു ഗ്രീൻ ഇട്ടു. പിന്നെ നമ്മൾ ഈ മെറ്റൽ ബീഡ് തന്നെ ഒന്നുകൂടെ ഇട്ട് കൊടുക്കുകയാണ്. കഴിയുമ്പോൾ നമ്മൾ ഗ്രീൻ ആദ്യം ചെയ്ത് തന്നെ പ്രോസസ്സ് ചെയ്തു 4 നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും ബീഡ്സ് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ലാസ്റ്റ് ഇടുന്ന ഈ ഫൈനൽ ബീഡാണ്. അത് മെറ്റലിൽ തന്നെ നമ്മൾ ഗ്രാമിന് വാങ്ങിക്കുന്നതാണ്. അതും നടത്തി കൊടുത്തു. ഇനി നമുക്ക് വേണ്ടി നമ്മുടെ എക്സ്റ്റൻഷൻ ചെയിനാണ്. നമുക്ക് ഗിയർ വയറായിട്ടൊന്ന് വെക്കുന്നത്. നമുക്ക് ഇതിലൊരു ബ്രേസ്ലെറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലൊരു സിമ്പിൾ ബ്രേസ്ലെറ്റ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്.